نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം സമൂഹത്തിന്റെ നേതൃത്വം ഉലമാക്കന്മാരുടെയും ഉമറാക്കന്മാരുടെയും കൈകളിൽ ആയിരിക്കും. ആ നേതൃത്വം നന്നാവുക എന്നുള്ളതാണ് സമുദായത്തെ നന്നാക്കി തീർക്കാൻ, മുസ്ലിം ഉമ്മത്തിനെ ശരിയായ പാതയിലൂടെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും ഉപയുക്തമാകുന്ന, സഹായകമാകുന്ന നിലപാട്. ഈ വിഭാഗങ്ങൾ ദുഷിക്കുമ്പോൾ സമുദായം ഒന്നാകെ ദുഷിക്കുകയും അവർ വഴികേടിലേക്ക് നീങ്ങിപ്പോവുകയും ചെയ്യും. പ്രവാചകന്റെ ഒരു വചനമായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം, സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹൻ നാസു കുല്ലുഹും വൈദ ഫസദ ഫസദൻ നാസു കുല്ലുഹും എന്ന്. അൽ ഉലമാഉ വൽ ഉമറ, എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗങ്ങൾ, അവര് നന്നാകുന്നതോടുകൂടി സമുദായം മുഴുവൻ നന്നാകും, അവര് ദുഷിക്കുന്നതോടുകൂടി സമുദായം ഒന്നാകെ ദുഷിക്കും എന്നാണ് ആ പ്രവാചക മൊഴിയുടെ സാരം. ആ രണ്ട് വിഭാഗം ആരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അൽ ഉലമാഉ വൽ ഉമറാഉ, പണ്ഡിതന്മാരും അതുപോലെ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഉമറാക്കളും. ഇത് ഈ രണ്ട് വിഭാഗത്തെയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയുകയും അവരുടെ സ്ഥാനം എത്രമാത്രം പ്രധാനമാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ഈ രണ്ട് വിഭാഗത്തിന്റെയും ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചുള്ള അതിന്റെ ആ ബോധം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതും ഈ നബിവചനത്തിന്റെ ഉദ്ദേശ്യമാണ്. സാധാരണ ജനം എന്ന് പറയുന്നത് പലപ്പോഴും ഒഴുക്ക് എങ്ങോട്ടാണോ ആ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നവരായിരിക്കും. കാറ്റ് എങ്ങോട്ട് വീശുന്നു, ഒഴുക്ക് ഏത് ഭാഗത്തേക്ക് കാണപ്പെടുന്നു, ആ രീതിയിൽ സഞ്ചരിക്കുക, അതിനോടൊപ്പം പോവുക എന്ന നിലപാടാണ് സാധാരണക്കാരായ ആളുകൾ പൊതുവെ സ്വീകരിക്കുക. ഈ ഒഴുക്കിനെ തിരിച്ചുവിടുക, കാറ്റിനെ പ്രതിരോധിക്കുക, ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് അതിനെ കൊണ്ടുപോവുക എന്നുള്ള ചുമതലയാണ് നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നേതൃത്വം വഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം വളരെ ഗൗരവപൂർണമായതും
വളരെ സുപ്രധാനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മലയാളത്തിലെ ഒരു പത്രത്തിൽ ഒരു പണ്ഡിത പ്രാസംഗികനായ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ദുഃഖം അല്ലെങ്കിൽ കുറ്റസമ്മതം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തന്നിൽ നിന്ന് അബദ്ധം സംഭവിച്ചു പോയതാണ്. ആ അബദ്ധം അംഗീകരിച്ചുകൊണ്ട് എന്റെ പേരിൽ ഒരു നടപടികളൊന്നും സ്വീകരിക്കരുത് എന്നുള്ള ഒരു ആഹ്വാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു അപേക്ഷയായിരുന്നു ആ പരസ്യത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിന്റെ ആശയം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു പോയ മഹാ അപരാധം എന്താണ്? എന്ത് മഹാപാതകമാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്? സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ അതിനുമാത്രമുള്ള ഒരു മഹാതെറ്റ് എന്താണ് ഈ വ്യക്തി ചെയ്തത് എന്ന് സ്വാഭാവികമായും നമ്മൾ ഈ പരസ്യം വായിക്കുമ്പോൾ ആലോചിക്കും. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരു പ്രഭാഷണത്തിൽ പരസ്യമായി ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ നമ്മുടെ കേരളത്തിലെ പണ്ഡിത സഭ തീരുമാനിച്ചത്. അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് നൽകിയ ഷോക്കോസിന് തൃപ്തികരമായ മറുപടി നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. എന്താണ് ഇത്രയും അപകടകരമായ ഒരു പ്രസ്താവന, ഒരു പ്രസംഗം കഴിഞ്ഞ റമദാനിൽ അദ്ദേഹം നടത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, അദ്ദേഹം പ്രസംഗിച്ച വസ്തുതകൾ: ഒന്ന്, മുസ്ലിം സമുദായം അവരുടെ വ്യത്യസ്തമായ സംഘടനകൾ പരസ്പരം സഹകരിക്കേണ്ടതുണ്ട്. സമുദായത്തിലെ വ്യത്യസ്ത സംഘടനകൾ പരസ്പരം സഹകരിച്ചുകൊണ്ടും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ചുകൊണ്ടുമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇടയിൽ അനാവശ്യമായ പല തീവ്രതകളും കടന്നുകൂടിയിരിക്കുന്നു. ഈ തീവ്രതകൾ നമ്മൾ ദൂരീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരായ പല മഹാത്മാക്കളും ഇത്തരത്തിലുള്ള തീവ്രതയ്ക്ക് എതിരായിരുന്നു. അവരുടെ നിലപാടുകളിൽ കുറെ അയവും വിട്ടുവീഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ 1-2 സാമ്പിളുകളും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. പാണക്കാട്ടെ സുപ്രസിദ്ധനായ മരിച്ചുപോയ ആ തറവാട്ടിന്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി മുജാഹിദുകളുടെ നേതാവായിരുന്ന ഒരു മഹാപണ്ഡിതന്റെ പിന്നിൽ തുടർന്ന് നമസ്കരിച്ചു. അത്രയും വലിയ ഒരു പണ്ഡിതനെ ഈ പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിലെ മർഹൂമായ ഒരു വ്യക്തി തുടർന്നുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. തിരൂരങ്ങാടിയിൽ മുജാഹിദുകൾ ഉണ്ടാക്കുന്ന ഒരു പള്ളിയുടെ അതിന്റെ തറക്കല്ലിടൽ നടത്തിയത് ബാഫക്കി തങ്ങൾ ആയിരുന്നു. മർഹൂം ബാഫക്കി തങ്ങൾ ആയിരുന്നു. ഈ 2 ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശാലതയും വിട്ടുവീഴ്ചയും സംഘടനകൾ തമ്മിലുള്ള ഒരു പരസ്പര ബഹുമാനവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അനാവശ്യമായ തരത്തിലുള്ള തീവ്രതകളും ആത്യന്തികതകളും ഒന്നും നമുക്ക് ഭൂഷണമല്ല. അത് സമുദായത്തിന് അങ്ങേയറ്റം അപകടകരമാണ്. ഈ കാര്യം ആര് വിമർശിക്കുകയാണെങ്കിലും ആര് എതിർക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നും അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. ആര് അതിനെ എതിർക്കുകയാണ് എങ്കിലും, ആരെല്ലാം മലമറിഞ്ഞാലും മറിച്ചാലും ശരി,
തന്റെ ഈ ധീരമായ നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോവുകയില്ല എന്നും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ കാണാം. ഇതിന്റെ പേരിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാദർശങ്ങൾക്ക് എതിരാണ് ഈ പ്രസംഗമെന്നും അതുകൊണ്ട് സമസ്തയിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കണമെന്നുണ്ട് എങ്കിൽ ഖേദപ്രകടനം നടത്തണം എന്നുമുള്ള തീരുമാനം സമസ്തയിൽ നിന്ന് ഈ പണ്ഡിതന് ലഭിക്കുകയും പലതരത്തിലുള്ള മാധ്യസ്ഥന്മാരിലൂടെ ഒരു പരസ്യമായ ഖേദപ്രകടനം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പത്രത്തിൽ തന്നിൽ നിന്ന് സംഭവിച്ച ഈ മഹാ അബദ്ധം വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണം എന്നുള്ള അർത്ഥത്തിൽ ആ കുമ്പസാരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ സംഭവമല്ല. ഇത് വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു നിലപാടും ഒരു പണ്ഡിത സഭയ്ക്ക് ഒരിക്കലും ചേരാത്ത ഒരു നിലപാടും അതേപോലെ തന്നെ സാമാന്യ ജനങ്ങൾ അതിന്റെ അപകടത്തെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യവും ആയതുകൊണ്ടാണ് നാം അതിനെ ഒരു ഖുത്ബയുടെ വിഷയമാക്കി അവതരിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മനുഷ്യ സമൂഹം, മുസ്ലിം സമൂഹം എല്ലാ മനുഷ്യരെയും പോലെ വ്യത്യസ്തമായ വീക്ഷണങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വെച്ചു പുലർത്തുന്ന ഒരു സമൂഹമാണ്. എല്ലാ വിഭാഗത്തിലും ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രകൃതി സഹജമാണ്, ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല. സഹാബിമാർക്കിടയിലുണ്ടായിരുന്നു, താബിഈകൾക്കിടയിലുണ്ടായിരുന്നു, കഴിഞ്ഞുപോയ മഹാന്മാരായ ഇമാമുകളുടെ എല്ലാം കാലഘട്ടങ്ങളിൽ ഈ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളും ആ രൂപത്തിലുള്ള വീക്ഷണങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരുന്നു, ഏത് സമൂഹത്തിലും ഉണ്ടാകും. അത് അള്ളാഹു ഈ മനുഷ്യനെ പടച്ച അവന്റെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഒരാൾ ചിന്തിക്കുന്ന അതേപോലെ ആയിരിക്കുകയില്ല വേറൊരാൾ ചിന്തിക്കുന്നത്. ഒരാളുടെ ബുദ്ധിപരമായ കഴിവ് അതേ അളവിൽ വേറൊരാൾക്ക് ഉണ്ടാവുകയില്ല. ഒരാൾക്ക് ഒരു അഭിപ്രായത്തോട് തോന്നുന്ന ആ അനുകൂലമായ ഭാവമായിരിക്കുകയില്ല വേറൊരാൾക്ക് തോന്നുന്നത്. ഒരാൾക്ക് തനിക്ക് സ്വീകാര്യനായി ഒരു ഇമാമിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ വേറൊരാൾക്ക് വേറെ ഒരു ഇമാമിനെ ആയിരിക്കും ഇഷ്ടപ്പെടുക. ഒരു വീക്ഷണഗതി, ഒരു മദ്ഹബ്, ഒരു ചിന്താഗതി, അതിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും, വേറെ ഉള്ളതിനെ ഇഷ്ടപ്പെടുന്ന വേറെ ആളുകളും ഉണ്ടായിരിക്കും. ഇത് മനുഷ്യ സമൂഹത്തിൽ അതിന്റെ തുടക്കം മുതലേ ഉള്ള ഒരു നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുന്നതിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ മനസ്സിലാക്കുന്നതിൽ എല്ലാം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാലാകാലങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിൽ പല ചിന്താധാരകളും ഉണ്ടായത്, പല വിഭാഗങ്ങളും ഉടലെടുത്തത്. മഹാന്മാരായ സഹാബത്തിന്റെ ഇടയിൽ തന്നെ പല വിഷയങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായി. ഓരോരുത്തരും അവനവന്റെ പ്രമാണമായി, തെളിവായി ഖുർആനിന്റെയോ അല്ലെങ്കിൽ സുന്നത്തിന്റെയോ ഏതെങ്കിലും ഒരു അംശത്തെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ ആയിരിക്കും അവലംബിക്കുക. പക്ഷെ അതിന് അവർ മനസ്സിലാക്കുന്ന വീക്ഷണം, അവർ മനസ്സിലാക്കുന്ന അർത്ഥം, ആശയം വേറെ ഒരാൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു നിലപാട് മുസ്ലിം സമൂഹത്തിൽ തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്, എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിന്റെ ഒരു ആയത്തുകളിൽപ്പെട്ടതാണ്. വലൗ ശാ റബ്ബുക, അള്ളാഹു ഉദ്ദേശിക്കുകയാണ്, നിന്റെ റബ്ബ് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരേ ഒരു ഉമ്മത്തായി തീരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, മനുഷ്യരെ മുഴുവൻ തന്നെ ഒരൊറ്റ ഉമ്മത്താക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. പക്ഷേ മനുഷ്യന്റെ ബുദ്ധി, അവന്റെ പ്രകൃതി, അവനെ പരീക്ഷിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശം, അതുപോലെയുള്ള ഒരു 100 കൂട്ടം കാര്യങ്ങൾ നിലവിലുള്ള ഒരു ഘടനയിലും സംവിധാനത്തിലും പ്രകൃതിയിലും അവനെ സൃഷ്ടിക്കണം എന്ന് താൽപര്യപ്പെടുന്നു. അപ്പോൾ അതിന്റെ അനന്തരഫലമായിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും.
അപ്പൊ അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഏറ്റവും സത്യമേത് എന്ന് കണ്ടെത്താൻ ഓരോരുത്തരും അവനവന്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുക. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുർവാശിയോ പിടിവാശിയോ അല്ലെങ്കിൽ ഒരു അന്ധമായ അനുകരണത്തിന്റെ ബോധമോ ശീലമോ ഒന്നും ഉണ്ടാവരുത്. സത്യം ഗ്രഹിക്കണം, സത്യം മനസ്സിലാക്കണം, സത്യത്തെ പിന്തുടരണം എന്നുള്ളതായിരിക്കണം ഈ ഏത് അഭിപ്രായത്തിന്റെ പിന്നിൽ പോകുമ്പോഴും ഏതൊരു വീക്ഷണഗതി സ്വീകരിക്കുമ്പോഴും അതിന്റെ ആന്തരിക പ്രചോദനം അതായിരിക്കണം. സന്മാർഗം എന്താണ്, സത്യം എന്താണ്, അത് കണ്ടെത്താനുള്ള ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ ശ്രമങ്ങൾ, ആ ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായി ഇന്ന അഭിപ്രായമാണ് ശരി, ഇന്ന വ്യാഖ്യാനമാണ് കൂടുതൽ ശരി, ഇന്ന ഇമാമ് പറയുന്നതാണ് കൂടുതൽ ശരി, ഇന്ന വിഭാഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയാണ് കൂടുതൽ സത്യസന്ധം, കൂടുതൽ ശരിയായിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുകയും ആ വീക്ഷണം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ സത്യവിശ്വാസികളുടെ നിലപാട്. പൂർവികരായ നമ്മുടെ ഇമാമുകൾ പല മദ്ഹബുകളായിട്ട് ഭിന്നിച്ചല്ലോ. ഇമാം അബു ഹനീഫയെ നമുക്ക് കാണാം, ഇമാം മാലിക്കിനെ കാണാം, ഇമാം ഷാഫിയെ കാണാം, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ കാണാം. ഇങ്ങനെ മുസ്ലിം സമൂഹം ഇന്ന് പിന്തുടരുന്ന പ്രബലമായ മദ്ഹബുകൾ ധാരാളമായിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും അടിസ്ഥാനങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. എല്ലാവരും ഖുർആനിന്റെയും സുന്നത്തിന്റെയും നബിചര്യയുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് കണ്ടെത്തി ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് അത് ക്രോഡീകരിച്ചതാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പോ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വന്ന ഇമാമുകൾ ഒരേ ഒരു മസാദിർ എന്ന് പറയുന്ന ഇസ്ലാമികമായ സ്രോതസ്സുകളെ അവലംബിച്ച്, അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും അവലംബിച്ച് അവരുടെ ചിന്തയും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ രൂപപ്പെടുത്തിയെടുത്തതാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ഈ മദ്ഹബുകളൊക്കെ ശരിയാണ് എന്നാണല്ലോ നമ്മുടെ നിലപാട്. ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് മുസ്ലിം സമൂഹത്തിൽ ആർക്കും അഭിപ്രായമില്ല. ഇന്ന മദ്ഹബിലൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന്. ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിച്ചുകൊണ്ട് അവർ പോവുകയാണ്, ജീവിക്കുകയാണ് എങ്കിൽ ആ ജീവിതം ശരിയാണ്, അങ്ങനെ ആവാം എന്നുള്ള അഭിപ്രായം എല്ലാവരും അംഗീകരിക്കുന്നു. ഇമാം മാലിക്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് എത്രത്തോളം അർത്ഥഗർഭമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് പറയുകയാണ്, ഇന്നമാ അന ബഷർ ഉഖ്തിഉ വ ഉസീബ്, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, ഒരു സാധാരണ മനുഷ്യൻ, എനിക്ക് തെറ്റുകൾ പറ്റാം, അതുപോലെ തന്നെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ കുറെ ശരിയും ഉണ്ടായിരിക്കും. ഫൻദുറൂ ഫീ റഅയി, അതുകൊണ്ട് ഞാൻ പറയുന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദൂഹു, ആ അഭിപ്രായങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിനോടും യോജിച്ചു വരുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. വകുല്ലു മാ ലം യുവാഫിഖുൽ കിതാബ വസ്സുന്നത ഫത്റുകൂഹു, ആ കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചു വരാത്ത അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. ലൈസ അഹദുൻ ബഅദൻ നബിയ്യി ഇല്ലാ വയൂഖദു മിൻ ഖൗലിഹി വയുത്രകു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കേണ്ട വ്യക്തി. എന്ത് പറഞ്ഞാലും അതിനെ സംബന്ധിച്ച് വീണ്ടും വിചാരമില്ലാതെ അനുസരിക്കുക എന്ന ആ സ്ഥാനം, ആ പദവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. അതിനുശേഷമുള്ള എല്ലാവരും, ഏത് ഇമാമും ഏത് സഹാബി പോലും ആവട്ടെ, അവരുടെ എല്ലാം വാക്കുകൾ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യാം. ഏതാണ് കൂടുതൽ ശരി എന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിന് ശേഷം സഹാബിമാരെ പോലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരെയാണല്ലോ നമ്മൾ സഹാബിമാരെന്ന് പറയുന്നത്, ആ സഹാബിമാരെ പോലും അവർ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ശരിയെന്ന് ഇമാം ഗസാലിയെ പോലെയുള്ള മഹാന്മാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് വെളിപ്പെട്ട ഒരു കാര്യം അത് ചോദ്യം ചെയ്യാതെ എല്ലാവരും അംഗീകരിക്കണം. അതിനെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. അതല്ലാത്ത വേറെ ആര് ഏത് കാലഘട്ടത്തിലെ ഏത് മഹാനായ ഇമാമ് പറഞ്ഞാലും
അതിനെ സംബന്ധിച്ചെല്ലാം അത് ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഉരക്കല്ലിൽ വെച്ചുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്നാണ് പൂർവികരായ മഹാന്മാർ എല്ലാം തന്നെ പറഞ്ഞത്. മദ്ഹബിന്റെ ഇമാമുകളെ പിന്തുടർന്നുകൊണ്ട് കുറെ ആളുകൾ അവരുടെ അഭിപ്രായങ്ങളെ ശരിവെച്ചുകൊണ്ട് ജീവിച്ചു, ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ ശാഫിഈ മദ്ഹബിനെയാണ് പിന്തുടരുന്നതെങ്കിൽ വേറെ ആൾ ഹനഫി മദ്ഹബിനെ ആയിരിക്കും. അപ്പൊ ശാഫിഈ മദ്ഹബിനെ പിന്തുടർന്നാലേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് ശാഫിഈ മദ്ഹബുകാരന് വാദമില്ല. ഹനഫി മദ്ഹബിനെ പിന്തുടർന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് ഹനഫി ഇമാമിനും അഭിപ്രായമില്ല. വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഒരു വിഷയകമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ കൂടുതൽ യുക്തവും കൂടുതൽ ശരിയും എന്താണ് എന്ന് ബോധ്യം വരുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. ഈ നിലപാടുകാരായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാരിൽ വലിയ ഒരു വിഭാഗം. ഈ മദ്ഹബുകളെല്ലാം രൂപപ്പെട്ടതിന് ശേഷം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പൂർവീകരായ പല ഇമാമുകളും മഹാന്മാരും ഇവരൊന്നും തന്നെ ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിന്തുടരുക, അതിനെ സ്വീകരിക്കുക എന്ന നിലപാടിൽ നിന്നും മാറി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങളെ പരിശോധിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ശരിയായ നിലപാട് എന്താണ് അത് സ്വീകരിക്കുക എന്ന രീതി സ്വീകരിച്ചവരാണ് ഇബ്നു തൈമിയ്യയെ പോലെയുള്ള ആളുകൾ. നമ്മൾ അഹ്ലുൽ ഹദീസ് അല്ലെങ്കിൽ സലഫിസം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ പിൻപറ്റിക്കൊണ്ട് അവരുടെ ചിന്താധാരയെ പിന്തുടരുന്നവരാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മദ്ഹബുകളെ നിരീക്ഷിക്കുകയും ആ മദ്ഹബുകളിൽ നിന്ന് ഏറ്റവും ശരിയായ അഭിപ്രായങ്ങൾ തിരഞ്ഞെടുക്കുകയും ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഈ 4 മദ്ഹബിന്റെയും അഭിപ്രായം ശരിയല്ല, 5ാമത്തെ ഒരു അഭിപ്രായമാണ് ശരി എന്നുണ്ട് എങ്കിൽ ആ അഭിപ്രായത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അഹ്ലു ഹദീസിന്റെ നിലപാട്. പക്ഷെ പിൽക്കാലങ്ങളിൽ ഈ അഹ്ലു ഹദീസും ഒരു മദ്ഹബ് പോലെയായി, സലഫിസവും ഒരു മദ്ഹബ് പോലെയായി. എന്ന് പറഞ്ഞാൽ അത് ഓരോ വിഷയത്തെ സംബന്ധിച്ചും അവരുടെ ഒരു നിലപാട് മദ്ഹബുകൾ പ്രശ്നത്തെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളെ പോലെ ആവുകയും അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് പഴച്ച അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ അത് ഒരു തെറ്റായ സമീപന രീതിയായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കുകയും അതിനോട് സമരം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് അത് തരം താഴ്ന്നുപോയി. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അതിന്റെ സ്പിരിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് അഭിപ്രായമായിരുന്നാലും അതിനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അത് ശരിയാണോ അല്ലേ എന്നുള്ള ബോധ്യം വരുത്തി ആ നിലപാടുകൾ സ്വീകരിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ നിലപാട് സ്വീകരിച്ച ആളുകൾ മദ്ഹബിന്റെ ഇമാമുകളുടെ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനികളായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇമാം ഇബ്നുൽ അറബി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇബ്നുൽ അറബി എന്ന് പറയുന്ന ഈ മഹാപണ്ഡിതൻ മാലിക്കി മദ്ഹബുകാരനാണ്. മാലിക്കി ഇമാമിനെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് ശരിയെന്ന് വിശ്വസിച്ച് മാലിക്കി മദ്ഹബിന്റെ വളരെ അംഗീകാരമുള്ള മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇബ്നുൽ അറബി. പക്ഷെ ഈ ഇബ്നുൽ അറബി എന്ന് പറയുന്ന മഹാനവർകൾ പരിശുദ്ധ ഖുർആനിലെ ആതു ഹഖഹു യൗമ ഹസാദിഹി, നിങ്ങളെ കായ്ക്കനികൾ കൊയ്തെടുക്കുന്ന സമയത്ത് അതിന്റെ ഹക്ക് നിറവേറ്റണം, അതിന്റെ ഹക്ക് കൊടുത്തുവിട്ടണം എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായമാണ് ഏറ്റവും ശരി. ഇമാം മാലിക്കിന്റെ അഭിപ്രായമല്ല. അദ്ദേഹം മാലിക്കി മദ്ഹബിന്റെ ഏറ്റവും ആചാര്യനായ വ്യക്തിയാണ്. ആ ഇമാം അവർകൾ അഭിപ്രായപ്പെടുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം പറഞ്ഞത് ഇമാം അബൂ ഹനീഫയാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സകാത്ത് കൊടുക്കണം എന്നുള്ള ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായമാണ് ഏറ്റവും ശരി. കാരണം പരിശുദ്ധ ഖുർആൻ അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഇമാമിന്റെ മദ്ഹബിൽ നിന്ന് മാറി ഈ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫയെ ശരിവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യന്മാർ ഇമാം അബൂ യൂസുഫ്, ഇമാം മുഹമ്മദ് എന്നെല്ലാം തന്നെ പറയുന്ന ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യന്മാർ, ഹനഫി മദ്ഹബിലെ ആചാര്യന്മാരായി എണ്ണപ്പെടുന്ന മഹാപണ്ഡിതന്മാരാണ് ഇമാം അബൂ യൂസുഫും അതുപോലെ തന്നെ ഇമാം മുഹമ്മദും. അവർ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ പച്ചക്കറിയിൽ സക്കാത്ത് കൊടുക്കണം എന്നുള്ള
ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം ശരിയല്ല എന്ന നിലപാടുകാരാണ് ഇവർ രണ്ടുപേരും. ആ അഭിപ്രായം ശരിയാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇമാം അബൂ ഹനീഫയുടെ തന്നെ മദ്ഹബിൽപ്പെട്ട രണ്ട് പ്രഗൽഭരായ ഇമാമുകൾ പച്ചക്കറിക്ക് സക്കാത്തുണ്ട് എന്നുള്ള ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് മറ്റുള്ള ഇമാമുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള മദ്ഹബുകളുടെ വീക്ഷണത്തെ പിന്തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മദ്ഹബിനെ അതേപടി ചോദ്യം ചെയ്യാതെ അനുകരിക്കുക എന്നുള്ള അങ്ങനെയുള്ള ഒരു നിലപാടുകാരായിരുന്നില്ല ഈ മഹാന്മാരൊന്നും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, പരസ്പര ബഹുമാനവും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുന്ന വിട്ടുവീഴ്ചയുടേതായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളായിരുന്നു അവർ എന്ന് അവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫിഈയെ എടുക്കുക. ഇമാം ഷാഫിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവം ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഇമാം ഷാഫിഈ ഒരിക്കൽ ബഗ്ദാദിൽ ചെന്ന സന്ദർഭത്തിൽ ഇമാം അബൂ ഹനീഫയുടെ ഖബറിടത്തിന്റെ ആ ഒരു പ്രദേശത്ത് അദ്ദേഹം എത്തിയപ്പോൾ സുബഹി നമസ്കാരത്തിലെ ഖുനൂത്ത് എന്നത് വളരെ പ്രബലമായ സുന്നത്തുകളിൽപ്പെട്ടതാണ് എന്ന അഭിപ്രായം ഇമാം ഷാഫിഈക്കുണ്ടായിരിക്കെ ഇമാം അബൂ ഹനീഫയുടെ ഒരു സ്ഥലത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഒരു അപമര്യാദയായി അദ്ദേഹം കാണുകയും ആ നമസ്കാരത്തിൽ ഖുനൂത്ത് ഒഴിവാക്കുകയും ചെയ്തു എന്ന് ഇമാം ഷാഫിഈയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇമാം ഷാഫിഈ നമ്മൾ ഖുനൂത്തിന്റെ പേരിലാണ് തല്ലുകൂടുന്നത്. ഖുനൂത്ത് വേണോ വേണ്ടേ എന്നുള്ളതാണ് ഒരാളെ ഇസ്ലാമിന്റെ പുറത്തോ അകത്തോ എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനദണ്ഡമാക്കുന്നത്. അതേ മദ്ഹബിന്റെ ഇമാം ഷാഫിഈ അവർകൾ ഇമാം അബൂ ഹനീഫയെ മാനിച്ചുകൊണ്ട് സ്വന്തം വീക്ഷണത്തെ മാറ്റി നിർത്തി ഖുനൂത്ത് വേണ്ട എന്ന് വെക്കുന്ന ഉദാരമായ നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. ഹനഫി മദ്ഹബില് രക്തം എന്ന് പറയുന്നത് നജസാണ്. ഒരാളുടെ ശരീരത്തിൽ നജസുണ്ട് എങ്കിൽ നമസ്കരിക്കുമ്പോൾ അത് വൃത്തിയാക്കണം. അതാണ് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിലെ വീക്ഷണം. അതേ സമയത്ത് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽപ്പെട്ട മഹാന്മാരായ പല ആളുകളും പൂർവീകരുടെ കാലഘട്ടത്തിൽ പല മഹാന്മാരുടെയും കീഴിൽ നമസ്കരിക്കുകയും അവരുടെ ശരീരത്തിൽ നിന്ന് യുദ്ധത്തിന്റെ ഒക്കെ വേളയിൽ രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ അവിടങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് അതിനോടൊരു ഉദാരമായ സമീപന രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ മാനദണ്ഡമനുസരിച്ച് ഇസ്ലാമിന്റെ അനുയായികൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് അവർ ഈ മാതൃകയിലൂടെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും നമുക്കിടയിൽ മുസ്ലിം സമൂഹത്തിൽ പല വീക്ഷണഗതിക്കാരുമുണ്ടായിരിക്കും. സമസ്തയുണ്ടായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഉള്ളവരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗവുമായിട്ട് ഒരു തികച്ചും ശത്രുക്കളെ പോലെ പെരുമാറുകയും അല്ലെങ്കിൽ തുടർന്ന് നമസ്കരിച്ചുകൂടാ എന്നൊക്കെയുള്ള ഒരു രൂപത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് എന്ത് ഇസ്ലാമിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണല്ലോ നമ്മുടെ പണ്ഡിത സഭ ഇപ്പോൾ ഏറ്റവും തിരുത്തേണ്ട ഒരു തെറ്റായിക്കൊണ്ട് എടുത്തു പറഞ്ഞത്. അതുപോലെ അതിന്റെ പേരിലാണല്ലോ, അഥവാ പൂർവീകരായ നമ്മുടെ ആളുകൾ ഇത്ര കണ്ട് സങ്കുചിതമായിട്ടായിരുന്നില്ല ചിന്തിച്ചിരുന്നത്. മുജാഹിദുകൾ സുന്നികളെയും സുന്നികൾ മുജാഹിദുകളെയും ഒക്കെ പരസ്പരം തുടർന്ന് നമസ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞതാണല്ലോ ഏറ്റവും വലിയ പൊറുക്കപ്പെടാത്ത ഒരു പാപമായിക്കൊണ്ട് നമ്മുടെ പണ്ഡിത സഭ എണ്ണുകയും അതിന്റെ പേരിൽ കുറ്റം ഏറ്റുപറയാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇസ്ലാമിന്റെ ഒരു നിലപാടല്ല, പണ്ഡിതന്മാർക്ക് ഒരിക്കലും ചേർന്നതുമല്ല. പണ്ഡിതന്മാരായ ആളുകൾ ഈ രൂപത്തിൽ വിഷയത്തെ സമീപിക്കുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. ഇസ്ലാം ഉദാരതയുടെ മതമാണ്. എന്റെ അഭിപ്രായം അതാണ് ഏറ്റവും പ്രബലം എന്ന് ബോധ്യമുണ്ടായിരിക്കെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് അതിനേക്കാൾ ദുർബലമായ അഭിപ്രായം പോലും സ്വീകരിക്കാവുന്നതാണ് എന്നാണ് നമ്മുടെ മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെന്നുകൊണ്ട് ആ പ്രദേശത്തെ ആളുകൾ മുസ്ലിം സമൂഹം മുഴുവൻ ഒരേ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അവിടെ ചെന്ന് ഒരു പുതിയ അഭിപ്രായം ഉണ്ടാക്കി അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പവും അതുപോലെ തന്നെ ഒരു ഭിന്നിപ്പും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ്
പൂർവികരായ പല മഹാന്മാരും സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈയിടെയായി ഒരു ഉദാഹരണം ഞാൻ ഈ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ഒമാൻ എന്ന് പറയുന്ന ഒരു അറബി പ്രദേശം നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രദേശമാണ്. ഈ ഒമാനിലെ ബഹുഭൂരിഭാഗം ആളുകളും ഇബാദികൾ എന്ന് പറയുന്ന ഒരു സെക്റ്റിൽപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗമാണ് ഇബാദികൾ. അവർക്ക് സ്വന്തമായ ഫിഖ്ഹും സ്വന്തമായ കർമ്മശാസ്ത്രവും സ്വന്തമായ നിയമങ്ങളും എല്ലാം തന്നെയുണ്ട്. അവരാണ് ആ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അവിടുത്തെ പണ്ഡിതനായ ഒരു വ്യക്തി, ആ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു ഷെയ്ഖ് എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ ഒരു പുതുമുസ്ലിമായ ഒരാൾക്ക് നമസ്കാരം പഠിപ്പിക്കുകയാണ്. പുതുതായിട്ട് ഒരു ഫിലിപ്പീനിയായ ഒരു മനുഷ്യൻ, അയാൾ മുസ്ലിമായി, അയാൾക്ക് നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇമാം അവർകൾ തയ്യാറാവുകയാണ്. അങ്ങനെ അദ്ദേഹം നമസ്കാരം പഠിപ്പിക്കുമ്പോൾ ഈ തക്ബീർ കെട്ടുന്നതിന്റെയും അല്ലാഹു അക്ബർ ചൊല്ലുന്നതിന്റെയും റുക്കൂഴിന്റെയും സുജൂദിന്റെയും എല്ലാം രീതി അദ്ദേഹം പഠിപ്പിക്കുന്നു. അദ്ദേഹം ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫിലിപ്പീനിയായ ഈ നവമുസ്ലിമിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സാധാരണ നമ്മുടെ സുന്നി നമസ്കാരക്രമമാണ്. നമ്മൾ നമസ്കരിക്കുന്ന സുന്നി നമസ്കാരക്രമമാണ്. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സെക്റ്റിൽപ്പെട്ട ചില ആളുകൾ, എന്താണ് നിങ്ങൾ ഇബാദി ഫിഖ്ഹിനെ പിന്തുടരുന്ന താങ്കൾ, എന്താണ് ഈ സുന്നി ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആ പണ്ഡിതന്റെ മറുപടി, ഇയാൾ അയാളുടെ നാട്ടിലേക്ക് ചെന്ന് അവിടെ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ സാധാരണക്കാരായ സുന്നി മുസ്ലിമീങ്ങളുടെ ഇടയിലാണ് അയാൾ ജീവിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മളെ ഇബാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ അയാളെ ഒരു ഇബാദി മുസ്ലിമാക്കാനല്ല ശ്രമിക്കേണ്ടത്. അവിടുത്തെ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ്, ഏത് പ്രകാരമാണ് ജീവിക്കുന്നത്, അതാണ് അയാളെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ അയാൾക്ക് കൺഫ്യൂഷൻ ആകും. അയാളുടെ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ മുസ്ലിമീങ്ങൾ വേറൊരു രീതിയിൽ കാണുമ്പോൾ അയാളാകെ ആശയക്കുഴപ്പത്തിലാകും. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉദാരമായ, അതാണ് പാണ്ഡിത്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവേകമുള്ള പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് പെരുമാറുക. അപ്പോ അത്തരത്തിലുള്ള മാതൃകകൾ പിന്തുടർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് മുസ്ലിം സമൂഹം എല്ലാ കാര്യങ്ങൾക്കും ചെണ്ടയെപ്പോലെ അടികൊണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതുള്ളത്. ആർക്കും തന്നെ കൊട്ടാനുള്ള ഒരു സമൂഹമായിക്കൊണ്ട് മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട്. എന്ത് പ്രകോപനപരമായ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ആർക്കും നടത്താം, അതൊരു വിഷയമല്ല. നമ്മുടെ നാട്ടിൽ 2 ദിവസങ്ങൾ മുമ്പ് വന്നുകൊണ്ട് ഒരുത്തൻ പ്രസംഗിച്ചല്ലോ, ഈ കടലെല്ലാം ഹിന്ദുക്കളുടെ കടലാണ്, ആ കടലിന്റെ കരയിലെല്ലാം തന്നെ ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ്, ഹിന്ദുക്കളല്ലാത്ത ആരും തന്നെ ഈ കടലിലേക്ക് ഇറങ്ങുകയോ മത്സ്യം പിടിക്കുകയോ ചെയ്യരുത്, അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഏതെങ്കിലും ഒരു പത്രത്തിൽ അത് വാർത്തയായോ? ഏതെങ്കിലും ചാനലുകൾ അതിനെ സംബന്ധിച്ച് സംവാദങ്ങൾ സംഘടിപ്പിച്ചോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം അതിന് പേരിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും അത്തരം പ്രസ്താവനകളെ തമസ്കരിക്കുന്നു. എല്ലാ വാർത്താ മാധ്യമങ്ങളും അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന വലിയ കുറ്റമറ്റ ഒരു പ്രസ്താവനയാണ്, പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യാൻ പഴുതുള്ളതാണ് എങ്കിൽ അത് വിഷയമാക്കി എടുക്കുകയും, ഇപ്പൊ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി മുസ്ലിം ലീഗുകാരുടെ ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളാണ് കേരളം ഭരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറണം എന്ന് ഒരു നിർദോഷമായ ഒരു പ്രസ്താവന അയാളുടെ അനുയായികളോട് നടത്തിയപ്പോൾ അത് ചാനലുകൾ മുഴുവൻ തന്നെ അത് കൊട്ടിഘോഷിച്ചില്ലേ? അപ്പൊ ആ രൂപത്തിൽ മുസ്ലിം സമൂഹത്തെ അടിക്കാൻ എന്ത് വഴി കിട്ടുന്നുവോ എല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മുസ്ലിം സമൂഹം ഇങ്ങനെ പരസ്പരം തല്ലിയും പരസ്പരം നമസ്കാരത്തിലുമൊക്കെ തന്നെ ശത്രുക്കളായിക്കൊണ്ട് ഗണിച്ചുകൊണ്ടും ഒരാളും മറ്റൊരു വിഭാഗവുമായി സഹകരിക്കുകയോ അടുക്കുകയോ ചെയ്യാത്ത ഒരു സമീപന രീതി സ്വീകരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ സമുദായത്തിന്റെ ഭാവിയും ഈ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യവും തീർച്ചയായും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വളഞ്ഞ ചിന്താഗതിയുള്ള ആളുകൾ, നേർക്കുനേരെ ചിന്തിക്കാത്തവരായ ആളുകൾ, അത്തരം ആളുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രകോപനപരമായ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് അപകടകരമായ പ്രസ്താവനകൾ നടത്തുന്ന സമൂഹത്തിന്റെ പിന്നിൽ ആളുകളില്ല എന്നും സമൂഹം അവർക്കെതിരാണ് എന്നും ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അവരവരുടെ നിലപാടുകൾ മാറ്റാൻ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള
ഒരു സമീപന രീതിയിലേക്ക് മുസ്ലിം സാമാന്യ ജനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. നമുക്ക് വേണ്ടത് സമുദായങ്ങളും സംഘടനകളും എല്ലാം തന്നെ സൃഷ്ടിപരമായ രീതിയിൽ പ്രവർത്തിക്കട്ടെ. സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരവരുടെ ആശയത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഒക്കെ വളരെ നല്ല മാതൃകകളും അതുപോലെ പ്രവർത്തനങ്ങളും അവർ സംഘടിപ്പിക്കട്ടെ. പക്ഷെ അതൊന്നും തന്നെ പരസ്പരം വിദ്വേഷവും ശത്രുതയും വളർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന് എതിരായി തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ കുറച്ച് അയവുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അയാളെ കൊണ്ട് മൂക്കുകുത്തി എന്ന് വരപ്പിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് അതൊരിക്കലും തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും സമുദായത്തിന്റെ ഭാവിയെ കണക്കിലെടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സമീപന രീതിയായിരിക്കണം ഉലമാക്കളും ഉമറാക്കന്മാരും സ്വീകരിക്കുന്നത്. ആ രൂപത്തിൽ അവർക്ക് സമുദായത്തിന് മാതൃകയാവേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. അതിനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയായ രീതിയിൽ പിൻപറ്റുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.